ബീഹാറിലെ ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അമേഠി, റായ്ബറേലി എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയവും ചർച്ചയാകും. ഇന്ത്യ സഖ്യത്തിന്റെ മഹാറാലി ഇന്ന് വൈകിട്ട് ജാർഖണ്ഡിൽ നടക്കും. നോബൽ മാറിക്കാരും വിശദാംശങ്ങളുമായി. നോബൽ, ഇന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട അടുത്ത ഘട്ടം എങ്ങനെയായിരിക്കുമെന്നുള്ള ആകാംക്ഷ, അതോടൊപ്പം തന്നെ ജാർഖണ്ഡിലെ റാലി ആരൊക്കെ പങ്കെടുക്കുന്നു? നികേഷ്, അടുത്ത ഘട്ടത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമാകുന്നതിന് ഇടയിലാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ഇന്നിപ്പോൾ ദില്ലിയിൽ യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നത്. മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി അടക്കമുള്ള നേതാക്കളാണ് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നത്. തെരഞ്ഞെടുപ്പ് തിരക്കുകൾ മൂലം രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ കെ.സി. വേണുഗോപാലും ഈ യോഗത്തിലേക്ക് എന്താണെങ്കിലും എത്തിയിട്ടില്ല. അതേസമയം പ്രധാനമായും ബീഹാർ, അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശ്, ഒപ്പം പഞ്ചാബ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് സജീവമായി നടക്കുന്നത്. അതിൽ റായ്ബറേലിയും അമേഠിയും ചർച്ചയ്ക്ക് വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയുന്നു. പക്ഷേ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം മാത്രമായിരിക്കും ഇതൊരു തീരുമാനത്തിലേക്ക് എന്താണെങ്കിലും പോകുക എന്നാണ് നമുക്ക് വിവരങ്ങൾ ഉള്ളത്. അതിനുശേഷം 26-ന് ശേഷമായിരിക്കും ഈ അമേഠിയും റായ്ബറേലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീരുമാനം കൃത്യമായി കോൺഗ്രസ് എടുക്കുകയുള്ളൂ. രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം അമേഠിയിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം തള്ളിക്കളഞ്ഞിരുന്നില്ല. പ്രത്യേകിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കും എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് സമിതി രാഹുലിനോട് മത്സരിക്കാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ അദ്ദേഹം മത്സരിക്കും എന്ന് ഏറെക്കുറെ ഉറപ്പാണ്. ഒരുപക്ഷെ കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് ശേഷം എത്രയും വേഗം അമേഠിയിൽ രാഹുലിന്റെ സ്ഥാനാർത്ഥം പ്രഖ്യാപിക്കാനുള്ള സാധ്യതയും ഈ ഘട്ടത്തിൽ എന്താണെങ്കിലും തള്ളിക്കളയാൻ കഴിയില്ല. അതേസമയം ജാർഖണ്ഡിലാണ് ഇന്ന് ഇന്ത്യ സഖ്യത്തിന്റെ മഹാറാലി നിശ്ചയിച്ചിരിക്കുന്നത്. ഹേമന്ത് സോറിന്റെ അറസ്റ്റ് ഉയർത്തിക്കൊണ്ടാണ് മഹാറാലി എങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കൽ കൂടിയാണ് ഇന്നത്തെ പരിപാടി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഇന്ന് അവിടെ എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലാലു പ്രസാദ് യാദവ് അടക്കമുള്ളവരും അങ്ങോട്ട് എത്തും എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. തേജസ്വി യാദവ് എത്തും എന്ന് അറിയുന്നു. അതോടൊപ്പം ഇടതു പാർട്ടികളിൽ നിന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രത്യേകിച്ച് സീതാറാം യെച്ചൂരിയോ ഡി രാജയോ പങ്കെടുക്കാൻ ഇടയില്ല എന്നാണ് വിവരമുള്ളത്. പ്രത്യേകിച്ച് അവർ മറ്റ് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ് ഉള്ളത് എന്ന് അറിയാൻ കഴിയുന്നു. എന്താണെങ്കിലും ഒരു ശക്തിപ്രകടനമായി മാറിക്കൊണ്ട് തന്നെ ജാർഖണ്ഡിൽ വലിയ വിജയത്തിലേക്ക് പോകാൻ തന്നെയാണ് ഇന്ത്യ സഖ്യം ഒരുങ്ങുന്നത്. അതിന്റെ ഭാഗമായി തന്നെ ഇന്ന് ഹേമന്ത് സോറിന്റെ അറസ്റ്റും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമാണ് ഇന്നത്തെ റാലി കൊണ്ട്. സ്വാഭാവികമായും ഇടത് സഖ്യം ഒരുപക്ഷെ വെള്ളിയാഴ്ച രണ്ടാം ഘട്ട പോളിംഗ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇന്ത്യ ബ്ലോക്കിലേക്ക് സജീവമായി പങ്കുചേരുക. പ്രത്യേകിച്ച് കേരളത്തിൽ രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന സാഹചര്യവും ഉണ്ട് എന്നുള്ളതാണ്. ഈ അമേഠിയുടെയും റായ്ബറേലിയുടെയും കാര്യത്തിൽ ഇന്ന് തീരുമാനം എടുക്കാൻ സാധ്യതയുണ്ടോ? കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിനു ശേഷം മാത്രമേ അമേഠിയിലെയും റായ്ബറേലിയിലെയും സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കൂ എന്ന് ഡൽഹിയിൽ ഒരു വർത്തമാനമില്ലേ നോബൽ? നികേഷ്, ഇന്നിപ്പോൾ അമേഠിയും റായ്ബറേലിയുമായി ചർച്ചകളിലേക്ക് പോയാൽ പോലും അത് സജീവ ചർച്ചയോ അല്ലെങ്കിൽ വലിയ ചർച്ചകളിലേക്കോ നീങ്ങാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാവുന്നത്. കേരളത്തിലെ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം മാത്രമായിരിക്കും അതിലൊരു തീരുമാനത്തിലേക്ക് എന്താണെങ്കിലും പാർട്ടി കടക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ ഉള്ളത്. പ്രത്യേകിച്ച് അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോഴാണ് ഈ രണ്ട് മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് എന്തും പ്രധാനപ്പെട്ടതാണ്. എന്താണെങ്കിലും രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് വിവരങ്ങൾ ഉള്ളത്. പ്രത്യേകിച്ച് രാഹുൽ കഴിഞ്ഞ ദിവസം അവിടുത്തെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തള്ളിപ്പറഞ്ഞില്ല, താൻ മത്സരിക്കില്ല എന്ന് തുറന്നു പറയുകയും ചെയ്ത സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ ഒരുപക്ഷെ കേരള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം എത്രയും വേഗം ഒരു തീരുമാനം പാർട്ടി എടുക്കും എന്നാണ് നമുക്ക് മനസ്സിലാകുക. അതോടൊപ്പം നികേഷ് ആദ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടങ്ങൾ പിന്നീട് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇടതു പാർട്ടികൾ വരും ദിവസങ്ങളിൽ കേരളത്തിലെ 26-ാം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ സജീവമായി തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ പ്രചാരണത്തിന് ഉണ്ടാകും. ഒരു വശത്ത് കേരളത്തിൽ ശക്തമായ പ്രചരണം നടക്കുമ്പോൾ മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ, വിമർശനങ്ങൾ ഉയർത്തിയാണ് എന്ന് പ്രധാനമന്ത്രി പോലും ഉയർത്തിക്കൊണ്ട് അത്തരത്തിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യ സഖ്യത്തിന് വിശ്വാസ്യതയില്ല, കെട്ടുറപ്പില്ല എന്ന് വരുത്തിത്തീർക്കാൻ ഒരു വശത്ത് വലിയ ശ്രമം നടക്കുകയാണ്. പ്രത്യേകിച്ച് അദ്ദേഹം ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പ്രധാനമായും ഇത് എടുത്തു പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ എത്രയും വേഗം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ സജീവമായി തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ പ്രചരണത്തിലേക്ക് ഇടതു പാർട്ടികൾ സജീവമാകും എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ. വിശദാംശങ്ങൾ നൽകിയത്.